ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു ഫലൂദയാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഡെസേർട്ടായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ജെല്ലിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കടയിൽ നിന്നൊക്കെ കിട്ടും ഇതുപോലെ ജെല്ലി ക്രിസ്റ്റൽസ് റെഡി ടു മേക്ക് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ ജെല്ലിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ 100 ഗ്രാമിന് 2 കപ്പ് അളവിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മിക്സിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം റെഫ്രിജറേറ്റ് ചെയ്തിട്ട് നല്ല സെറ്റാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കസുകസ് ഒന്ന് വെള്ളത്തിലിട്ട്, ഒന്നല്ല കേട്ടോ, 1.5 ടേബിൾ സ്പൂൺ ഉണ്ട് അളവിൽ കസുകസ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കാണ്. അതുപോലെ തന്നെ നമുക്കിതിലേക്കുള്ള സേമിയ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഫലൂദയ്ക്കുള്ള സേമിയ വേറെയാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, നമ്മൾ സാധാരണ യൂസ് ചെയ്യണ സേമിയ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ സേമിയ ഒന്ന് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ചെറിയ ചെറിയ ബ്രോക്കൺ ആയിട്ടുള്ള സേമിയായിരുന്നു. അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഊറ്റി കഴിഞ്ഞിട്ട് അതിൽ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റിക്നെസ്സൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലിന് പെട്ടെന്നൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും പിന്നെ ആവശ്യത്തിന് മധുരവും കൂടി ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം നമ്മൾ ഒരു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് തിക്നെസ്സിലല്ല, ചെറിയൊരു തിക്നെസ്സിൽ. പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് റോസ് മിക്സിൻ്റെ എസൻസ് ഞാനിപ്പോൾ ഒരു 10-15 ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റോസ് കളറും കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് അത്രയും ഇട്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇടാം. ഈ ഫലൂദയ്ക്കൊക്കെ എപ്പോഴും ആ ഒരു റോസ് മിക്സാണ് നമ്മൾ യൂസ് ചെയ്യാറ്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഫ്രൂട്ട്സ് ഉണ്ട്. മുന്തിരി, അതുപോലെ അനാറുണ്ട്, പിന്നെ ആപ്പിള്, ഏത്തപ്പഴം, കിവി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജെല്ലിയൊക്കെ സെറ്റായിട്ടുണ്ട്, കസുകസും ഒക്കെ സെറ്റായി. അപ്പോൾ ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാണ്. ആദ്യം കസുകസ് ഇട്ടു, പിന്നെ ആ സേമിയയുടെ മിക്സാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ജെല്ലിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 2 ഗ്ലാസ്സിലും ഒരുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വാനില അല്ലെങ്കിൽ ബട്ടർ സ്കോച്ച് ആണെങ്കിലും കുഴപ്പമില്ല, ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഫ്രൂട്ട്സ്, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാലിൻ്റെ മിക്സും കൂടെ ചേർത്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ രീതിയിൽ നിങ്ങൾക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാലിൻ്റെ മിക്സ് നമ്മൾ ഒരുപാടൊന്നും ചേർക്കേണ്ട, വളരെ കുറച്ച് ഒരു 1/4 കപ്പ് വീതം 2 ഗ്ലാസ്സിലുമായിട്ട് ചേർത്താൽ മതിയാകും. പിന്നെ നമ്മൾ ഓരോ സാധനങ്ങളും ഇങ്ങനെ ലെയർ പോലെ സെറ്റ് ചെയ്യാണ് ചെയ്യണത്. ഞാനിതിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും, കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മിക്സ്. പിന്നെ ആ ജെല്ലിയുടെ ടേസ്റ്റാണ് ഇതിൽ കൂടുതലും മെയിനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജെല്ലി കുറച്ചധികം നമ്മളുടെ ഇതിലേക്ക് ചേർക്കണം, എന്നാലാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവറൊക്കെ നമുക്ക് ഇതിൽ കിട്ടുള്ളൂ. ആ ഒരു ചെറിയൊരു ജെല്ലിയുടെ ഒരു പുളിപ്പും അതുപോലത്തെ ഒരു ടേസ്റ്റൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലെ മറ്റൊരു റെസിപ്പിയായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.